ഹായ് ഹലോ. ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റിൽ ഒരു മുട്ട ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുക്കറിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഈ പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി വെള്ളത്തിലിടാം. അതിനുവേണ്ടി ഞാനൊരു ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് അളന്ന് വെക്കാം. ഈ പാത്രത്തിന് 1 പാത്രം അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുതിർക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം വേറെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിർത്താനായിട്ട് വെക്കാം. അരി വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ കൈകൊണ്ട് പിഴിഞ്ഞ് കഴുകരുത്, അരി പൊടിഞ്ഞു പോകും. ബിരിയാണി റെഡിയാക്കാനായിട്ട് ഞാൻ ബിരിയാണി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2-3 കഷ്ണം പട്ട, 3-4 കറിയാമ്പൂ, 4 ഏലക്ക കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 വലിയ സവാള കനം കുറച്ചരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഉപ്പ് ഇടുന്നത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. നെയ്യ് മാത്രം വെച്ചും നമുക്ക് ഈ മുട്ട ബിരിയാണി റെഡിയാക്കിയെടുക്കാം. ഇത് വഴണ്ടി വന്നതിന് ശേഷം ഒരു തുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്. അരച്ചെടുക്കരുത്, ചതച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഒരു കൈപ്പിടി അളവിൽ ചെറിയുള്ളി കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാൻ ഈ ബിരിയാണിയിൽ കളർ ഒട്ടും ചേർക്കുന്നില്ല. പകരമായിട്ട് ഞാൻ നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ല കളർ കിട്ടും. ഇത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 3 സ്പൂൺ തൈരോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീരോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിത് രണ്ടും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത 4 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിയുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി, പുതിന ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ ഒന്ന് വഴണ്ടി വരണേ. തക്കാളിയെല്ലാം ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം. എന്നാലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ 4 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. മസാലയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല കൂടിയിട്ട് പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏത് പാത്രത്തിനാണോ നമ്മൾ അരി അളന്നിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ 1/4 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടതായിട്ട്. 1 പാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/4 പാത്രം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ആവരുത്, ചോറ് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ്റിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പിട്ടായിരുന്നു, അത് ഓർമ്മ വേണം. ഇനി ഇതിലേക്ക് 3 മുട്ട ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കണം കേട്ടോ. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതുകൂടി നമുക്ക് ഈ സമയത്താണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് കൂട്ടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് കുറയ്ക്കാൻ മറക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി വിടാനും മറക്കരുത്. നമുക്ക് മാർക്കറ്റിൽ പല തരത്തിലുള്ള ബിരിയാണി അരിയാണ് കിട്ടുന്നത്. ചില അരിക്ക് നല്ല വേവുണ്ടാവുക. അപ്പോൾ ഓരോരുത്തർ മേടിക്കുന്ന അരിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിയെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഇതുപോലെ മേൽഭാഗം ഒന്ന് നമ്മൾ ചട്ടകം വെച്ചിട്ട് സ്പാച്ചില വെച്ച് ഒന്ന് തേച്ച് വിടുക.
ഇതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ നെയ്യ് കൂടി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് കുഴഞ്ഞിരിക്കുകയാണെങ്കിലും ചെറുതായി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നോടൊന്ന് ഒട്ടാതിരിക്കും. ചിക്കനും മട്ടനൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയാണിത്. ഇത് കാണാൻ ഭംഗി മാത്രമല്ല, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനുശേഷം അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.